എല്ലാ ശാലോം ടി വി പ്രേക്ഷകർക്കും മൈ ക്യാമ്പസിലേക്ക് സ്വാഗതം. സമൂഹത്തിൽ പിന്നോക്കം നിന്നിരുന്ന, ചുവരുകൾക്കുള്ളിൽ അടിച്ചമർത്തപ്പെടുമായിരുന്ന സ്ത്രീത്വത്തെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൈപ്പിടിച്ചുയർത്തി അറിവിന്റെ പുതുവെളിച്ചം പകർന്നു നൽകി ഉന്നത വിദ്യാഭ്യാസം എന്ന സ്വപ്നത്തെ സാക്ഷാത്കരിച്ചൊരു കലാലയം. ഇന്ന് മൈ ക്യാമ്പസ് എത്തി നിൽക്കുന്നത് ഇരിഞ്ഞാലക്കുട സെൻറ് ജോസഫ് കോളേജ് ക്യാമ്പസിലാണ്. അക്ഷരമുറ്റത്തെ വർണ്ണ പൂമ്പാറ്റകളാണ് വിദ്യ ആർജിച്ചെത്തുന്ന ഓരോ വിദ്യാർത്ഥികളും. ദൈവം എനിക്കു തന്ന സ്നേഹസമ്മാനം ഈ ജീവിതം, സ്വന്തരൂപവും ഭാവവുമായി മെനഞ്ഞെടുത്തെന്നെ തൻ്റെ കൈകളാൽ. ജീവിതം
കുരിശിലങ്ങു നിന്റെ ജീവൻ ബലിയടച്ചതുപോൽ നിന്നിമായും മൺചിരാതായി ഞാൻ മറഞ്ഞാലും ഇടറി വീണാലും മനസ്സിൽ ഇരുൾ പടർന്നാലും ഭാരമേറും മുറിവുകളിൽ ഇണമണിഞ്ഞാലും നിന്റെ വഴി മാത്രമെന്നും ഞാൻ നടന്നിടും. എന്റെ ദൈവം എനിക്കു തന്ന സ്നേഹസമ്മാനം ഈ ജീവിതം സ്വന്തരൂപവും ഭാവവുമായി മെനഞ്ഞെടുത്തെന്നെ തന്റെ കൈകളാൽ. ജീവിതം ഞാൻ ദൈവമേ കാഴ്ചയേകുന്നു. ഹൃദയത്തമ്പുരുമീട്ടി ഞാൻ നന്ദിയേകുന്നു. എന്റെ ദൈവം എനിക്കു തന്ന സ്നേഹസമ്മാനം ഈ ജീവിതം സ്വന്തരൂപവും ഭാവവുമായി മെനഞ്ഞെടുത്തെന്നെ തന്റെ കൈകളാൽ. പ്രാർത്ഥന മനസ്സിൻ്റെ കിളിവാതിലാണെങ്കിൽ വായന വിദ്യയുടെ വാതായനമാണ്. പഴമയുടെ മണമുള്ള കടലാസുകളിലൂടെ വിരലോടുന്ന നേരത്ത് പൂത്തുലയുന്നത് അക്ഷരങ്ങളോടുള്ള പ്രണയമാണ്. വായനക്കാരൻ അക്ഷരങ്ങളും വാക്കുകളും നൃത്തം ചെയ്യുന്ന പുസ്തകങ്ങൾക്കിടയിലൂടെ നേർത്ത വഴികളിലൂടെ യാത്ര ചെയ്യുമ്പോൾ, കണ്ണുകൾ കാഴ്ചയ്ക്ക് പാകമാകുമ്പോൾ നമ്മളറിയാതെ ഇവിടെ ഒരു എഴുത്തുകാരനുണ്ടാകും. അദൃശ്യനായി നിന്ന് പിന്നെ നമ്മെ എഴുതിപ്പിക്കുന്നത് ഇനിയും സമരം ചെയ്യാത്ത ജീവിതാനുഭവങ്ങളാണ്. സംഘർഷങ്ങളുടെയും ആനന്ദങ്ങളുടെയും ഈ ഒതുക്കിവെക്കലുകളിൽ പരീക്ഷയുടെ പരീക്ഷണങ്ങൾക്കുമപ്പുറം യാഥാർത്ഥ്യങ്ങളുടെ കാണാമുഖങ്ങൾ കൂടി വായിക്കുമ്പോഴാണ് ഈ ചുവരുകൾക്കുള്ളിൽ പഠനത്തിൻ്റെ കൂടൊരുങ്ങുന്നത്. കൂട്ടിലേക്കുള്ള വഴികാട്ടികൾ ഇവിടെയുമുണ്ട്. മീക്കേണേന്താ പീലിയുമായിൽ മേൽത്തോന്നും മേനിയും തെയ്തേ പിടിത്തതണ്ടും കൈയും മെയ്യും എന്നേക്കും വാഴ്കവേ തെയ്തേ വാഴ്ക വാഴ്ക. നമ്മുടെ പരീക്ഷയില്ല ഭൂമിമേൽ തെയ്തേ വഴിക്കുറായി നടക്ക വേണ്ടി വന്നവരോ നാമെല്ലാം തെയ്തേ അഴിവുകാലം വന്നടുത്തു അലയുന്ന നിൻ മക്കളെ തെയ്തേ അഴിയായി വണ്ണം കാത്തരുൾവാൻ കഴിവു പേശുക മാർത്തോമേ. തെയ്തേ പട്ടുടൻ പാണിപ്പുടവ പവിഴമുത്തു മാലയും തെയ്തേ അലങ്കരിച്ച പന്തലിൽ വന്നുദക വേണം മാർത്തോമേ. തെയ്തേ അലങ്കരിച്ച പന്തലിൽ വന്നുദക വേണം മാർത്തോമേ. തെയ്തേ അലങ്കരിച്ച പന്തലിൽ വന്നുദകതേ താകുർദേ ദത്താതുമൃതത്തേ
ചെയ്തിതാചാരമേ ഇങ്ങു നിന്നെന്നും ഒരിത്തെ അരെന്നുമതെന്തെന്നും മുതലേതെന്നും ഒരിത്തെ അതിനീഹ കാരണമേ ഇങ്ങനെ എന്നും ഒരിത്തെ അതു പൊഴുതായവരെ അറിയിച്ചപ്പോൾ ഒജിത്തെ വിധമിത് നീ അറിക അരജൻ തോഴൻ ഒരിത്തെ വിധി വിഷയം പ്രതിയ അടിയാർ വന്നു ഒരിത്തെ വിനയറുമാറ്റു പണികൾക്കെന്നാൽ ഒരിത്തെ ഇടമതിൽ നിന്നൊരു തച്ച തകുരുതിത്തെ ആദിത്തെ തകതെയ്യത്തെ മനഗുണമുടയവനരുളാൽ വാനവർ മൈമയുടെത്തിയ നഞ്ഞുടനെ ഇതതിത്തിത്തെ മറുതല നേറി കേടുമതിനൊരു തീരതിൽ മംഗളമായവർ പുകീച്ച് ഇതതിത്തിത്തെ കൈക്കൊണ്ടവരൊരു ഞൊടിയളവാൽ ചെന്നറിയിച്ചവർ ചിന്നമലക്കെ ഇതതിത്തിത്തെ നന്മ വരും വക പലമൊഴി ഒരു സ്തുതി നന്നായി മലക്കുകൾ പുലമ്പീതേ തീത്തി തകതക തീത്തി തകതക തീത്തി തകതക തീത്തീത്തേ ഉടമ്പിൽ നിന്നുയിരെടുത്താകാശേ ഉയരവനിരിപ്പിടം പുകീച്ച് ഇതതിത്തിത്തെ ഉടമയിലുടയവനുടമ്പെടുത്തഴകാൽ നെന്മ നിറഞ്ഞൊരു പള്ളിയിലെ ഇതതിത്തിത്തെ വച്ചിത് നനമിതു മക്കളും അന്തനം അരുൾ വഴിക്ക് നടപ്പവരെ തീത്തി തകതക തീത്തി തകതക തീത്തി തകതക തീത്തീത്തെ തിത്ത തകര തികരത്താം തികതകതകത തികരത്താം തിത്തത്താം തികരത്താം തിത്താതിത്താതിത്താതും രത്തേ ജഗദീശ്വരാ സർവചരാചര നായകാ കൈതൊഴുന്നു ജഗദീശ്വരാ സർവചരാചര നായകാ വിടരുന്ന പൂവിലും പുൽക്കൊടിത്തുമ്പിലും വിടരുന്ന പൂവിലും പുൽക്കൊടിത്തുമ്പിലും കുടികൊള്ളും കരുണാസാഗര കുടികൊള്ളും കരുണാസാഗര
ഒന്ന് ശ്വാസം വലിച്ചേ. ഒന്ന് തിരിഞ്ഞിരിക്കൂ. ഒന്നും കൂടി വലിച്ചേ. ചുമയുണ്ടോ? ഇടയ്ക്കിടെ ഡോക്ടർ. പനി ഉണ്ടായിരുന്നോ? ആ, രാത്രിയിൽ മാത്രം. ഇപ്പോൾ പനിയൊന്നുമില്ല. ഞാനൊരു മരുന്ന് എഴുതി തരാം. ഇത് 2 ആഴ്ചയ്ക്ക് മുടങ്ങാതെ കഴിക്കണം. കുറവില്ലെങ്കിൽ വന്ന് കണ്ടാൽ മതി. ശരി ഡോക്ടർ. നമ്പർ 36. സിസ്റ്റർ, എനിക്ക് ഡോക്ടറെ അത്യാവശ്യമായി കാണണം. ടോക്കൺ തരൂ. ഇയാളല്ല സർ, ഞാനാ മുൻപ് വന്നത്. സിസ്റ്റർ, ഞാൻ രോഗിയല്ല. എനിക്ക് വളരെ അത്യാവശ്യമായി ഡോക്ടറെ കണ്ടാൽ മതി. ടോക്കൺ ഇല്ലാതെ ഡോക്ടറെ കാണാൻ സാധ്യമല്ല. എങ്കിലും താങ്കൾ പുറത്ത് വെയിറ്റ് ചെയ്യൂ, ഞാൻ ഡോക്ടറിനോട് പറയാം. താങ്കൾ കടന്നു വരൂ. ഇരിക്കൂ. എന്താ അസുഖം? നല്ല ശ്വാസം മുട്ടും, ഇടയ്ക്കിടയ്ക്ക് ചുമയും. എത്ര നാളായി തുടങ്ങിയിട്ട്? ഏതാണ്ട് 6 മാസമായി. വേറെ ആരെങ്കിലും കാണിച്ചിട്ടുണ്ടോ? ഒരു നാട്ടുവൈദ്യനെ കാണിച്ചു. എന്നിട്ട് കുറവുണ്ടായിരുന്നോ? കുറവുണ്ടായിരുന്നു, പിന്നെ വീണ്ടും കൂടി. പേടിക്കാനൊന്നുമില്ല. ഇത് കാലാവസ്ഥയുടെയാ. ഈ മരുന്ന് 1 ആഴ്ച കഴിച്ചാൽ മതി, മാറും. ശരി ഡോക്ടർ. ഡോക്ടർ. എന്താ സിസ്റ്റർ? ഡോക്ടറിനെ കാണാൻ ഒരാൾ പുറത്ത് നിൽക്കുന്നു. പേഷ്യൻ്റ് അല്ല എന്നാണ് പറഞ്ഞത്. വരാൻ പറയൂ. വരൂ. ഗുഡ് മോർണിംഗ് ഡോക്ടർ. ഗുഡ് മോർണിംഗ്. ഇരിക്കൂ. ഞാനൊരു രോഗിയല്ല. ഡോക്ടർ ഓർമ്മയില്ലേ? അന്നൊരിക്കൽ വഴിയരികിൽ കൊള്ളക്കാരാൽ ആക്രമിക്കപ്പെട്ട ഒരു വഴിപോക്കനെ അയാളെ ഞാനിവിടെ കൊണ്ടുവന്നിരുന്നു. ഹെൻറിയെ കൊണ്ടുവന്ന ആൾ. മെൽക്കിയോൺ. അതെ അതെ. അയാൾക്കിപ്പോൾ സുഖമായോ? അയാൾ പുറപ്പെട്ട് വീട്ടിലേക്ക് പോയല്ലോ. ഇനി വല്ല പൈസയും അയാൾ തരാനുണ്ടോ? താങ്കൾ തന്ന പൈസ എല്ലാറ്റിനും തികഞ്ഞു. ഓ, താങ്ക് യു ഡോക്ടർ. നന്ദി എന്നോടല്ല പറയേണ്ടത്, ഞാൻ താങ്കളോടാണ്. കൃത്യസമയത്ത് അയാൾ ഇവിടെ കൊണ്ടുവന്നില്ലായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ അയാൾക്ക് വല്ല അപകടവും സംഭവിച്ചേനെ. അന്യരിൽ സഹോദരനെ ദർശിക്കാൻ കഴിഞ്ഞ നിങ്ങളാണ് യഥാർത്ഥ ഡോക്ടർ. നിങ്ങൾക്ക് എന്നും നല്ലതേ വരൂ. ഹെൻറി പോയപ്പോൾ താങ്കൾക്ക് തരാനായി ഒരു ലെറ്റർ എന്നെ ഏൽപ്പിച്ചിരുന്നു. ഇതാ ലെറ്റർ. പ്രിയ സുഹൃത്തെ, നിങ്ങൾ എന്നോട് കാണിച്ച എല്ലാ ഉപകാരത്തിനും വളരെ നന്ദിയുണ്ട്. നിങ്ങൾ എനിക്ക് വേണ്ടി ചെയ്തതെല്ലാം ഞാൻ ഒരിക്കലും മറക്കുകയില്ല. നിങ്ങൾ എന്നോട് കാണിച്ച ആത്മാർത്ഥത ഒന്നുകൊണ്ട് മാത്രമാണ് ഞാൻ ഇന്നും ജീവിക്കുന്നത്. നിങ്ങളെ ഒന്ന് കാണുവാനും എൻ്റെ സന്തോഷം പങ്കുവയ്ക്കുവാനും ഞാൻ അതിയായി ആഗ്രഹിക്കുന്നു. നിങ്ങളെ എൻ്റെ വീട്ടിലേക്ക് ഞാൻ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. എൻ്റെ അഡ്രസ്സ് ഈ കത്തിലുണ്ട്. നിങ്ങൾ എനിക്ക് ചെലവാക്കിയ പണത്തിന് ഞാൻ 100 ഇരട്ടിയായി പ്രതിഫലം നൽകും. നിങ്ങൾ വരുമെന്ന പ്രതീക്ഷയോടെ, സ്വന്തം ഹെൻറി. ഇത്ര നേരമായിട്ടും എന്തേ അവർ വരാത്തത് ചേച്ചി? അപ്പയെ കൊണ്ടുവരാൻ പോയ മമ്മിയെയും കാണാനില്ല, ഇപ്പൊ അപ്പയെയും കാണാനില്ല. എന്തു പറ്റിയോ ആവോ? ചേച്ചി, നമ്മുടെ അപ്പ വരുന്നു. അപ്പാ. മക്കളെ, ഹോ, കഴിഞ്ഞതെല്ലാം ഒരു ദുസ്വപ്നം പോലെ തോന്നുന്നു. സംഭവിച്ചതെല്ലാം എൻ്റെ ഓർമ്മയിൽ തെളിഞ്ഞു വരുന്നു. ഒന്നും എനിക്ക് മറക്കാൻ സാധിക്കുന്നില്ല. എൻ്റെ ജീവൻ തിരിച്ചു കിട്ടിയത് തന്നെ വലിയ അനുഗ്രഹം. ശരിയാ, ദൈവത്തിന്റെ വലിയ അനുഗ്രഹമാണിത്. ദൈവത്തിന്റെ കരം എന്നും നമ്മെ താങ്ങി നിർത്തും. നാം എന്നും ദൈവത്തോട് നന്ദിയുള്ളവരാകണം. മമ്മ, നമ്മുടെ അപ്പയുടെ തിരിച്ചുവരവ് നമുക്ക് ഇങ്ങനെയൊന്നും സെലിബ്രേറ്റ് ചെയ്താൽ പോരാ. പറഞ്ഞത് ശരിയാ. നമ്മുടെ അപ്പയുടെ തിരിച്ചുവരവ് നമുക്കൊന്ന് അടിച്ചു പൊളിച്ച് ആഘോഷിക്കണം. ഐസ്ക്രീം, ഗിഫ്റ്റ്, ടൂർ ഒക്കെ വേണം. ഡിന്നർ എന്തായാലും മൈസൂർ പാലസിൽ തന്നെ വേണം. അപ്പ, നമുക്കിവിടെ ആഘോഷിക്കേണ്ടേ? അപ്പോൾ നമുക്ക് നമ്മുടെ ഡാൻസ് ക്ലാസ്സിലെ കുട്ടികളെ വിളിച്ച് ഒരു അടിപൊളി ഡാൻസ് നടത്തണം. ആ ഡാൻസുകാരൊക്കെ പോയോ? പാട്ടും ഡാൻസും ഒക്കെയായി ഇവിടെ ആകെ കുളമാക്കി. ഇവിടെ ഇരിക്കാനിട്ടിരുന്ന സാധനങ്ങളൊക്കെ എവിടെ പോയി? ഓ, ഇതിവിടെയാണോ? നാശം. എന്നെ സഹായിക്കാൻ ഇവിടെ ആരുമില്ലേ? അല്ല, ഈ ആഘോഷ പരിപാടികളിൽ നിങ്ങൾക്കും പങ്കുചേരണ്ടേ? ഞാനിപ്പോൾ ശരിയാക്കി തരാം.
ഏതവനാണോ ഈ സമയത്ത്? നാശം. ഇത് തന്നെയല്ലേ ഹെൻറിയുടെ വീട്? ഇത് തന്നെ. എന്തു വേണം? എനിക്ക് ഹെൻറിയെ ഒന്ന് കാണണം. കാര്യം എന്തെന്ന് പറയാതെ തന്നെ അകത്തേക്ക് കയറ്റിവിടുന്ന പ്രശ്നമില്ല. വന്നോളും ഓരോരുത്തർ. ഇതിനേക്കാൾ വലിയ എത്ര പേരെ ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെയല്ലേ? ഹോ, ഒരു മാന്യതയില്ലാത്ത മനുഷ്യൻ. ഹെൻറിയുടെ സേവകനാണോ ഇങ്ങനെ പറയുന്നത്? എന്നെ മര്യാദ പഠിപ്പിക്കാൻ താനാരാ? എന്നെ മര്യാദ പഠിപ്പിക്കാൻ ശ്രമിച്ചാലുണ്ടല്ലോ, ഇതായിരിക്കും ഫലം. ഒരു എഴുത്തു കൊടുക്കാനാണ്. അങ്ങനെ വരട്ടെ. ഇതാണ് മര്യാദ. ഇതാ കത്ത്. അങ്ങുന്നേ, ഇതാണ് അങ്ങയെ കാണാൻ വന്ന ആ മനുഷ്യൻ, ആ വഴിപോക്കൻ. മെൽക്കിയോ? ഹെൻറി? മെൽക്കിയോ, എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയില്ല. എന്റെ മരണമടുത്ത നിമിഷങ്ങൾ. അന്ന് നിങ്ങൾ ഒന്നില്ലായിരുന്നുവെങ്കിൽ ഞാനിപ്പോൾ ജീവനോടെ ഉണ്ടാകുമായിരുന്നില്ല. അന്ന് എനിക്ക് വേണ്ടി ചെലവാക്കിയ ധനാർക്ക് 100 ഇരട്ടിയായി പ്രതിഫലം നൽകാം. പണമൊന്നും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല ഹെൻറി. ഇരിക്കും മെൽക്കിയോ. നിങ്ങൾക്ക് പൂർണ്ണ സുഖം ലഭിച്ചോ എന്നറിയാനും നിങ്ങളെ ഒന്ന് കാണുവാനും വേണ്ടിയാണ് ഞാനിവിടെ വന്നത്. നിങ്ങൾ അങ്ങനെ പറയരുത് മെൽക്കിയോ. എന്റെ സന്തോഷം നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് നിങ്ങൾക്കായി ഒരുക്കുന്ന ഡിന്നറിൽ നിങ്ങൾ എന്തായാലും പങ്കുകൊള്ളണം. അതൊക്കെ പിന്നെയാവാം. അതിനു മുൻപ് ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഇവർ ആരാണ്? ഇവരെ എന്തിനാണ് ഇങ്ങനെ കെട്ടിയിട്ടിരിക്കുന്നത്? അതൊക്കെ ഒരു വലിയ കഥയാ. ഞാൻ പറയാം. യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് മുൻപേ എന്നെ രക്ഷിക്കേണ്ടത് ഇവരായിരുന്നു. അവശ നിലയിൽ കിടക്കുമ്പോൾ ഇവരെ എങ്ങനെയാണ് തിരിച്ചറിയാൻ സാധിച്ചത്? ബോധം വീണ്ടും കിട്ടിയപ്പോൾ ആദ്യം തന്നെ ഞാൻ എന്റെ സേവകരെ അയച്ച് ഇവരെ കണ്ടുപിടിക്കുകയാണ് ചെയ്തത്. അന്ന് ഇവർ എന്നോട് കാണിച്ച കൊടും ക്രൂരതയ്ക്കുള്ള ശിക്ഷയാണ് ഇന്ന് ഇവരിവിടെ അനുഭവിക്കുന്നത്. ശരി, ഞാൻ അധിക സമയം ഇവിടെ നിൽക്കുന്നില്ല. ഞാൻ പോകുന്നു. അങ്ങനെ പോകരുത്. എന്നിൽ നിന്നും എന്തെങ്കിലും സമ്മാനം നിങ്ങൾ വാങ്ങണം. ഞാൻ നിങ്ങൾക്കായി ഒരുക്കിയ ഡിന്നറിൽ പങ്കെടുക്കുകയും വേണം. നിങ്ങളിൽ നിന്ന് എന്തെങ്കിലും പ്രതിഫലം ആഗ്രഹിച്ചിട്ടല്ല അന്ന് ഞാൻ നിങ്ങളെ സഹായിച്ചത്. പോരാ, എന്നിൽ നിന്നും എന്തെങ്കിലും സ്വീകരിക്കണം. ഇത് എൻ്റെ ഒരു അപേക്ഷയാണ്. സ്വീകരിച്ചേ പറ്റൂ. അത്ര നിർബന്ധമാണെങ്കിൽ എനിക്ക് സ്വല്പം എണ്ണ തന്നാൽ മതി. അല്പം എണ്ണയോ? മെൽക്കിയോൺ, താങ്കൾ എന്താണ് പറയുന്നത്? എത്രമാത്രം എണ്ണയാണെന്നോ എന്റെ ഗോഡൌണിൽ ശേഖരിച്ചിരിക്കുന്നത്? സേവിയാർ, എന്താണങ്ങുന്നേ? വേഗം പോയി നമ്മുടെ സ്റ്റോറിൽ നിന്ന് അല്പം എണ്ണ കൊണ്ടുവരൂ.
ശരി അങ്ങുന്നേ. ആ, മെൽക്കിയോൺ ഇരിക്കൂ. എന്തുകൊണ്ടാണ് നിങ്ങൾ അല്പം എണ്ണ മാത്രം ചോദിച്ചത്? അങ്ങുന്നേ അങ്ങുന്നേ, എന്താ, എന്തു പറ്റി? സ്റ്റോറിൽ ഒരു തുള്ളി എണ്ണയില്ല. എന്ത്? സ്റ്റോറിൽ ഒരു തുള്ളി എണ്ണയില്ലെന്നോ? എങ്കിൽ ശരി, വേഗം പോയി ഗോഡൌണിൽ നിന്നും എണ്ണയെടുക്ക്. അതൊന്നും സാരമില്ല. നിങ്ങൾ നിർബന്ധിച്ചതുകൊണ്ട് ഞാൻ ചോദിച്ചുവെന്നേ ഉള്ളൂ. അങ്ങുന്നേ, ഗോഡൌണിൽ ഒരു തുള്ളി എണ്ണയില്ല. നോക്കി നിൽക്കാതെ പോയി വെള്ളമെടുക്കടോ. വെള്ളം കൊണ്ട് തീരുന്ന അസുഖമല്ല ഇത്. പോയി എണ്ണ എടുത്തുകൊണ്ട് വാ. സ്റ്റോറിലും ഗോഡൌണിലും ഒരു തുള്ളി എണ്ണ എടുക്കാനില്ല. ഓ, അങ്ങനെയാണല്ലേ. എങ്കിൽ ഒരു വഴിയുണ്ട്. ഹെൻറിക്ക് പരിക്കേറ്റപ്പോൾ ഉപയോഗിച്ച എണ്ണയിൽ അല്പമെങ്കിലും ബാക്കിയുണ്ടോ എന്ന് ഞാനൊന്ന് നോക്കട്ടെ. ആ, ഒരിറ്റ് എണ്ണ മാത്രമുണ്ടായിരുന്ന എന്റെ കുപ്പിയിൽ ഞാൻ എന്താണ് ഈ കാണുന്നത്? എന്തൊരു അത്ഭുതമാണിത്! നോക്കൂ, നിങ്ങളുടെ യജമാനന്റെ പക്കൽ എണ്ണ തീർന്നുകൊണ്ടിരിക്കുമ്പോഴും എന്റെ കുപ്പിയിൽ എണ്ണ വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു. എന്റെ മുഖത്ത് എന്താണ് വീഴുന്നത്? എനിക്ക് എന്താണ് പറ്റിയത്? ഇത് മുഴുവൻ എണ്ണയാണല്ലോ. മെൽക്കിയോൺ, നിങ്ങളുടെ കുപ്പിയിലെ എണ്ണ ഇതുവരെ തീർന്നിട്ടില്ലേ? ഞാൻ എല്ലാം മനസ്സിലാക്കുന്നു. മാപ്പ് മെൽക്കിയോൺ, എനിക്ക് മാപ്പ് തരൂ. സേവിയർ, നോക്കി നിൽക്കാതെ ഇവരെ അഴിച്ചുവിട്. നന്ദി പ്രഭു, നന്ദി പ്രഭു. നിങ്ങളാണ് ഞങ്ങളുടെ ജീവൻ രക്ഷിച്ചത്. ഞാനും നിങ്ങളോട് മാപ്പ് ചോദിക്കുന്നു. ദൈവം എനിക്ക് സമൃദ്ധി തന്നു. പക്ഷേ എനിക്ക് കിട്ടിയ സമൃദ്ധി ഞാൻ ഇവരുമായി പങ്കിട്ടില്ല. പകരം ഞാൻ ഇവരോട് പ്രതികാരം ചെയ്തു. എന്റെ ആത്മാവിന്റെ മുറിവിണക്കിയത് നിങ്ങളാണ് മെൽക്കിയോൺ. നിങ്ങളുടെ വിലയേറിയ ഒരിറ്റ് എണ്ണ എന്റെ ആത്മാവിന് പുതുജീവൻ നൽകി. യഥാർത്ഥ ഗുരുവിന്റെ മുഖം, യഥാർത്ഥ സത്യത്തിന്റെ മുഖം നിങ്ങളാണ് എന്നിൽ കൊത്തിവെച്ചത്. നിങ്ങളാണ് നല്ല സമരായൻ, എന്റെ നല്ല അയൽക്കാരൻ. യഥാർത്ഥ ഗുരുവിന്റെ മുഖം നിങ്ങളിൽ രൂപപ്പെടുന്നതുവരെ ഞാൻ അസ്വസ്ഥനായിരുന്നു. അതായിരുന്നു എന്റെ സ്വപ്നം. ഇപ്പോൾ എനിക്ക് സന്തോഷമായി. ഈ സന്തോഷവേളയിൽ എല്ലാം മറന്ന് നമുക്ക് ഒന്നിച്ച് സ്തുതിക്കാം. ഇത് സംഗമേശന്റെ മണ്ണിലെ കലാലയം. ഇത് ഉണ്ണായി വാര്യരുടെ കളിമുറ്റത്തെ വർണ്ണങ്ങൾ പൂക്കുന്ന പൂന്തോട്ടം. ഇത് 50 ആണ്ടുകളായി ഇരിഞ്ഞാലക്കുട എന്ന പൈതൃക നഗരി ഹൃദയാക്ഷരങ്ങൾ കൊണ്ട് കുറിച്ചിട്ട കവിത. ഇത് എന്റെ ക്യാമ്പസ്, നമ്മുടെ ക്യാമ്പസ്, സെന്റ് ജോസഫ് കോളേജ് ഇരിഞ്ഞാലക്കുട. വളകിലുക്കം ഇവിടെ നിലയ്ക്കുന്നില്ല. പുത്തൻ പുതു ക്യാമ്പസ് വിശേഷങ്ങളുമായി അടുത്തയാഴ്ച വീണ്ടും കാണാം.